രജനി സാറിൻ്റെ മുത്തു ദ മേഡ് ഇൻ ജാപ്പനീസ്. രജനീകാന്ത് വാസ് ആൻ ആക്ടർ ഫ്രം ജാപ്പനീസ് ഞാനത് ചെയ്തു. ഈ 5 ഭാഷകൾ എന്നുള്ള ഇൻട്രോയിൽ ഞാനത് തിരുത്തേണ്ടിയിരിക്കുന്നു അല്ലേ? അടിച്ച് കയറി വാ. അതിൽ വിക്രമൻ ഞാനായിരുന്നു. വിക്രം പറഞ്ഞു റിയാസിനോട് ഞാൻ കുറച്ച് ഇത് എല്ലാം കൂടി സൗന്ദര്യം കുറച്ച് തരണം കേട്ടോ, ഒരു ഫെമിനിറ്റി വേണം. സോ ഹി ഹാസ് നോട്ട് ഡൺ എനി ബോഡി വർക്ക്. സോ ഇവിടെ നേരെ അത്ലീറ്റാണ്. സോ അതിന് ഈ ടു ലോട്ട് ഓഫ് സ്ട്രെയിൻ. ഞങ്ങൾ ദിവസം കാലത്ത് 4 മണി 5 മണിക്ക് കഴിഞ്ഞിട്ട് പുള്ളിനോ വി ബോത്ത് വിൽ ഗോ ഫോർ റണ്ണിങ് ട്രാൻസ്ജെൻഡർ ഇൻ തമിഴ്. എന്നിട്ട് അതിൽ നിന്ന് പോകാൻ വലിയ പാടാണ്. അത് ഇപ്പോഴും കയറി വരും, ഇപ്പോഴും കയറി വരും. ഇപ്പോൾ എവിടെയെങ്കിലും വീട്ടിൽ സംസാരിക്കും വൈഫ് പറയും മറ്റേ ക്യാരക്ടർ കയറി വരുന്നുണ്ട്. അടുത്ത് വന്നിട്ട് ഒരു പകുതി തെലുങ്കാണ് പകുതി തമിഴാണ്. ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ നമുക്ക് കാണുമ്പോൾ അറിയാം കുറേ ആൾക്കാരും ബഹളവും കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിതിനെ അങ്ങോട്ട് വരണമെന്ന് വെച്ചു. ഇത് വന്നപ്പോൾ ഇവിടെ ഇതറിഞ്ഞ് ഇതിൻ്റെ പയ്യൻ ഈ സെലക്ട് ആയെന്ന് വെച്ച് ഇത് പറഞ്ഞ് ഇത് അറിഞ്ഞ് അങ്ങനെ പോയി, അങ്ങനെ സെലക്ട് ആയി, അങ്ങനെ ഇതും കിട്ടി അതും കിട്ടി. സ്ട്രഗിൾ ഇല്ലാതെ ഒന്നുമില്ല. നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്തൗട്ട് എ സ്ട്രഗിൾ. ഇനി ഈസി ആയിട്ട് ഒരു സാധനം കിട്ടിയാലും ടു സസ്റ്റെയിൻ ദാറ്റ് യു ഹാവ് ടു സ്ട്രഗിൾ എ ലോട്ട്. കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഫംഗ്ഷനും ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാക്കാൻ ഓയിസ്റ്റർ ഇവന്റ്സ്. മുപ്പത്തിനാല് വർഷങ്ങൾ, 300-ലധികം ചിത്രങ്ങൾ, അതും 5 ഭാഷകളിലെ. ഇന്നും വർഷങ്ങൾക്ക് ശേഷം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ്. ഓയിസ്റ്റർ ഇവന്റ്സ് അങ്ങനെ പറയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു റിയാസ് ഖാൻ. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. യെസ്. ഈ വർഷങ്ങളുടെ കണക്ക് പറയുമ്പോഴേ എന്നെ ആദ്യം സ്വാഭാവികമായിട്ട് ഇത് കാണുന്നവർക്കും ചോദിക്കുന്നവർക്കും തോന്നുക ഈ വർഷങ്ങളുടെ കണക്ക് ശരിക്കും ഈ എഴുത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ, ഈ രൂപത്തിലും ഭാവത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരരുത്. അതെ. ഈ പലപ്പോഴും നമ്മൾ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്നുള്ള രീതിയിലേക്ക് വിശേഷിപ്പിക്കാറുണ്ട്. നമുക്കതിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. പലപ്പോഴും വിശേഷങ്ങൾക്ക് എവിടേക്കും ഇതിലെ ഈ ഇത്തരം വിശേഷങ്ങളിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട് റിയാസ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. ഐ ഹാവ് ഡൺ. ഞാൻ ഏറ്റവും വലിയ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളത്തിലുള്ള ഏറ്റവും സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാരോട് അഭിനയിച്ചിട്ടുണ്ട്. യു നെയിം ഇറ്റ്, ഐ എം ദെയർ. I have done the biggest hit films. I have worked with all the biggest technicians. So I don't think like that. Maybe അത് പറയാനുള്ള കാര്യം maybe I have not done a lead role. Okay. Or full fledged lead role. ഞാൻ ക്യാരക്ടർ ബേസിലല്ല പറഞ്ഞത്. ഞാൻ so maybe ഇതൊക്കെ കൂടി ചേർത്തായിരിക്കും അത് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ എപ്പോഴും തുടങ്ങി വെക്കുമ്പോൾ ശരിക്കും സിനിമ എന്നൊരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു ഭാഷയിൽ തന്നെ ഒരു സിനിമ വരുമ്പോൾ തന്നെ ആ ഒരു എൻട്രി നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു നടന്മാർക്കും ഇത്രത്തോളം കിട്ടിയിട്ടുണ്ടാവില്ല. തുടക്കം തന്നെ 3 ഭാഷകളിൽ തുടങ്ങാൻ പറ്റി എന്നുള്ളത് അല്ലേ. സോ എങ്ങനെയാണ് ഈ എൻട്രി ശരിക്കും ഇത്രയും ലാംഗ്വേജിൽ ഒരുമിച്ച് വരാൻ പറ്റുന്നത്? എൻട്രി ഫസ്റ്റ് തെലുങ്കിലാണ്. ചെന്നൈയിൽ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ചെന്നൈയിലാണ്, പഠിച്ചത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ മഹാലിംഗപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഓക്കെ, അത് ഈ കോടമ്പക്കം ബ്രിഡ്ജിൻ്റെ ആണ്. ഇപ്പോൾ അന്ന് കോടമ്പക്കം ബ്രിഡ്ജ് വേറെ, ഇന്നത്തെ ബ്രിഡ്ജ് വേറെ, എല്ലാം വേറെ മാറിയല്ലോ. ദിസ് ഇസ് ഐ എം ടോക്കിംഗ് അബൌട്ട് 34 years ബാക്ക്. ഓക്കെ, അപ്പോൾ അന്ന് അവിടെ ഒരു അയ്യപ്പൻ ക്ഷേത്രമുണ്ട്. ഓക്കെ, ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് IV ശശി സാറിൻ്റെ വീട്. ഓക്കെ, അവിടെ പുള്ളിയുടെ വീട്. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ എന്നോട് എന്തോ പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കണം, ഒരു അന്നത്തെ ലാബിൽ നിന്ന് കൊണ്ടുവന്ന ലെറ്ററോ എന്തോ സാധനം കൊടുക്കണം. അപ്പോൾ ഞാനത് കൊണ്ട് കൊടുത്തിട്ട് സിമ ചേച്ചി ഉണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി ഞാൻ പോകുന്നു പറഞ്ഞ് കൊടുത്തിട്ട് വന്നിട്ട് ഈ ക്ഷേത്രം തിരിഞ്ഞ് വരുമ്പോൾ അവിടെ ചെറിയ പീടിയുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് ഗോൾഡ് സ്പോട്ട് കിട്ടും. ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഗോൾഡ് സ്പോട്ട് കുടിച്ചുകൊണ്ട് ഞാൻ അപ്പുറത്ത് തിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റില്ലേ ഒരാൾ വെള്ളം വെള്ളിയിട്ട് നിൽപ്പുണ്ട്. ഞാൻ വന്നപ്പോഴേ കണ്ടു ഒരാളെ കണ്ട് വെള്ളം വെള്ളിയിട്ട് നിൽപ്പുണ്ട്. ഒരാളെ മനസ്സിലായിട്ടില്ല, പക്ഷേ വെള്ളം വെള്ളിയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗോൾഡ് സ്പോട്ട് തിരിഞ്ഞ് ഈ പ്രൊഫൈലിൽ ഇങ്ങനെ ഗോൾഡ് സ്പോട്ട് കുടിക്കുന്നുണ്ട്. കുടിച്ചപ്പോൾ അയാൾ അടുത്ത് വന്നിട്ട് ഒരു പകുതി തെലുങ്കാണ് പകുതി തമിഴാണ്. ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ നമുക്ക് കാണുമ്പോൾ അറിയാം കുറേ ആൾക്കാരും ബഹളവും കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിതിനെ അങ്ങോട്ട് വരണമെന്ന് വെച്ചു. ഇല്ല തമ്പി, അവിടെ ഒരു ഓഡിഷൻ നടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ഓഡിഷൻ? ഓക്കെ, നടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല, ഐ ഡോണ്ട് നോ ഹു യു ആർ, ഞാൻ വരില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഒന്ന് പ്ലീസ് വാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വന്നപ്പോൾ ആ ഒരു വീടിനകത്ത് സ്റ്റെയർ കേസ് ഉണ്ട്, കുറേ പിള്ളേരിരിക്കണം. മുകളിൽ കയറിയപ്പോൾ ഒരു റൂം തുറന്നപ്പോൾ റൂമിൽ ചെയറിൽ
ഒരു ചെയർ, ഒരു വലിയ ടേബിള്, ആ ടേബിളിൽ 4 പേരിരിപ്പുണ്ട്. 4 പേരിരിപ്പ് അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി തന്നെ. നിർത്തിയപ്പോൾ 4 പേരും നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ്. അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ച്. അപ്പോൾ അഭിനയിക്കാൻ ഇഷ്ടമാണ്, മനസ്സിലുണ്ട്. അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്, ആക്ടറാണോ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്, അഭിനയിക്കണം. പക്ഷെ പെട്ടെന്ന് ഒരു ചോദ്യം വന്നു. അന്നേ മനസ്സിൽ ആഗ്രഹമുണ്ട് ചെയ്യണം എന്നുള്ളത്. ആക്സിഡന്റിലൊന്നും അല്ല, ചെറുപ്പം മുതൽ ആക്ടറാണോ. പക്ഷെ ആ കോൾ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു മാത്രമല്ലേ. ചെറുപ്പം മുതൽ ആക്ടറാണെന്നാണ്. അപ്പോൾ ഞാൻ അപ്പോഴേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് ഒക്കെ ഇത് എത്ര വയസ്സായി? 18 വയസ്സിലാണ് കേട്ടത്. ഓക്കെ, ഫോട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇരിക്കുന്ന ആളെ ഒരു പിടുത്തമില്ല, എനിക്ക് ഒരു പിടുത്തമില്ല. പക്ഷെ ഇരിക്കുന്നത് അപ്പുറത്ത് ആ ഭാഷയിലെ ഹൈദരാബാദ് തെലുഗു ഭാഷയിലെ ഭയങ്കര പമ്പന്മാരാണ് ഇരിക്കുന്നത്. ഒന്ന് കോടി രാമകൃഷ്ണ, ഒന്ന് പ്രൊഡ്യൂസർ എസ് ഗോപാൽ റെഡ്ഡി, ഒന്ന് ഭയങ്കര വലിയ ക്യാമറമാൻ, എഡിറ്റർ ഇരിപ്പുണ്ട്. ഇവരും 4 പേരാണ് പടത്തിന് വേണ്ടി സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഐഡിയ ഇല്ല. ഞാൻ തെലുങ്ക് പടം കണ്ടിട്ടേ ഇല്ല, നോ ഐഡിയ. എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് അപ്പം പറയണ കേട്ടപ്പോൾ സിനിമയിലാണല്ലോ നമ്മൾ വരാൻ പോകണമെന്നൊരു ഇതില്ലേ. ഇതിങ്ങനെ കണ്ടപ്പോൾ നമുക്ക് നോർമലി നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷേ യു ആർ ടു യങ് ഫോർ ദാറ്റ്. അവരെ കിട്ടും. ഞാൻ പറഞ്ഞു അച്ഛനോട് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചാൽ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഇവർ വീട്ടിൽ ലാൻഡ് ലൈനിൽ വിളിച്ച് ചോദിച്ച് ആ പടത്തിന് ഞാൻ വന്നപ്പോഴേ സെലക്റ്റഡ് ആണ് ഞാൻ. സെലക്ട് അങ്ങനെയാണ് ഫസ്റ്റ് ഫിലിം ചെയ്യണത്. ഓഡിഷൻ ചെയ്യിപ്പിച്ചോ? ഇല്ല, ആദ്യ കാഴ്ചയിൽ തന്നെ അല്ലേ ഒന്ന് ചെയ്യിപ്പിച്ചു. നേരെ ഫസ്റ്റ് ഷോട്ട് ക്യാമറ നോക്കിയാണ്. ഫസ്റ്റ് ഷോട്ട് റൈറ്റ്, ക്യാമറ റൈറ്റ്, ടേൺ ലുക്ക്, അതാണ് ഫസ്റ്റ് ഷോട്ട്. എൻ്റെ ഫസ്റ്റ് ഓഡിഷൻ അതായിരുന്നു. ആ മൂവിക്ക് തന്നെ ആദ്യം ക്യാമറയുടെ മുമ്പിൽ നിന്നു അല്ലേ, സ്ട്രേറ്റ് ഫിലിമിലേക്ക്. ഇതെങ്ങനെ ഒരേ സമയം? കാരണം മലയാളത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വാട്ട് ഹാപ്പൻസ് ഇസ്, ചെന്നൈയിലായിരുന്നു എല്ലാ ഇൻഡസ്ട്രിയും. ചെന്നൈയിലായിരുന്നു തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ. ഇനി ഹിന്ദി എന്ന് പറയും. സ്റ്റുഡിയോ എവിടെയില്ല, ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ. ലാബ് എവിടെയില്ല, ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് 2024 പോലും ഫൈറ്റേഴ്സ് വരണമെങ്കിൽ ചെന്നൈയിൽ നിന്ന് വരണം, ഡാൻസേഴ്സ് വരണമെങ്കിൽ ചെന്നൈ. യൂണിയൻ അവിടെ ഉള്ളത്, യൂണിയൻ ബേസ്. ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ മാറി തുടങ്ങി, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഉണ്ട്. പക്ഷേ എഗെയിൻ ഡാൻസ് മാസ്റ്റർ വരണമെങ്കിൽ, കൊറിയോ വരണമെങ്കിൽ കലാ മാസ്റ്റർ വരണം, അവർ വരണം. എല്ലാം ബേസ്ഡ് ഓൺ ചെന്നൈ ആണ്. യു നെയിം ഇറ്റ്സ് ഫ്രം ചെന്നൈ. പ്രഭുദേവ മാസ്റ്റർ മുതൽ രാജു സുന്ദരം മാസ്റ്റർ മുതൽ യു നെയിം ഇറ്റ് ഹാസ് കം ഫ്രം ചെന്നൈ. എനി സ്റ്റൺ കൊറിയോഗ്രാഫർ ചെന്നൈ. സോ അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. ഇത് ഇവിടെ അതിൻ്റെ അടുത്തൊരു ബ്രോൺസ്റ്റൺ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവിടെ ഗാന്ധിമതി ബാലൻ സാറും ബാലേന്ദ്ര മേനോൻ സാർ അപ്പുറത്തിരിപ്പുണ്ട്. അവിടെ സുഖം സൗകര്യത്തിൻ്റെ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നപ്പോൾ ഇവിടെ ഇതറിഞ്ഞ് ഈ സെലക്ട് ആയെന്ന് വെച്ച് ഇത് പറഞ്ഞ് ഇത് അറിഞ്ഞ് അങ്ങനെ പോയി, അങ്ങനെ സെലക്ട് ആയി. അങ്ങനെ ഇതും കിട്ടി, അതും കിട്ടി, മലയാളം കിട്ടി, പ്രതാപത്തിന്റെ പടവും കിട്ടി, തമിഴും കിട്ടി, ഒരുമിച്ച് കിട്ടി. അടിച്ചത് ബമ്പറാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫസ്റ്റ് മൂവി കിട്ടുന്നു, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. ഈ കുറേ ശ്രമങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾ പറയും. എനിക്ക് തോന്നുന്നു ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളല്ല അല്ലേ? ഈ ഒരു എൻട്രി കിട്ടുന്നത് അത്രയും ഒരാൾക്കും കിട്ടാത്ത രീതിയിലാണ്. എവിടെയായിരുന്നു പിന്നീട് ഇത്രയധികം ചിത്രങ്ങൾ വരുമ്പോഴും ഇത്രയും വലിയൊരു കരിയറിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള മൊമെന്റ് ഏതായിരുന്നു? ശരി, സ്ട്രഗിൾ എല്ലാവരുടെ ലൈഫിലുണ്ട്. ഇപ്പം നമ്മൾ സ്ട്രഗിൾ ആയിട്ട് പറയുന്ന, ഞാൻ ഒരിക്കലും സ്ട്രഗിൾ പറയാത്ത ആളാണ് ഞാൻ എനി മൊമെന്റ് നോട്ട് ഇൻ മൈ കരിയർ, ഇൻ മൈ ലൈഫ്, എനിവെയർ ഐ ഡോണ്ട് ടോക്ക് അബൌട്ട് സ്ട്രഗിൾ. സ്ട്രഗിൾ ഇല്ലാതെ ഒന്നുമില്ല. നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്തൗട്ട് എ സ്ട്രഗിൾ. ഇനി ഈസി ആയിട്ട് ഒരു സാധനം കിട്ടിയാലും ടു സസ്റ്റെയിൻ ദാറ്റ് യു ഹാവ് ടു സ്ട്രഗിൾ എ ലോട്ട്. നമ്മളെപ്പോഴും പറയും ഈ മാച്ചിന് ജയിച്ചു, ഇനി അടുത്ത മാച്ചിന് ജയിക്കണമെങ്കിൽ ഈ മാച്ചിന് ജയിച്ചതിനേക്കാളും 10 മടങ്ങ് കഷ്ടപ്പെടണം. തോറ്റ ആളുണ്ടല്ലോ 10 മടങ്ങ് ശക്തമായിട്ടായിരിക്കും വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ഹാർഡ് യു ഹിറ്റ്, ഇറ്റ്സ് അബൌട്ട് ഹൗ ഹാർഡ് യു ക്യാൻ ടേക്ക് ദ ഹിറ്റ്. ഒരു ഹിറ്റിന് എത്ര ശക്തിക്ക് വാങ്ങാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരം, എത്ര പവറിൽ കുത്തണം എന്നല്ല വിചാരം. ഇതെല്ലാം നമ്മളെ കണക്ക്. സോ ഇറ്റ് ഈസ് ദാറ്റ്. സോ ഞാൻ ഈ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ 18 ഇയേഴ്സിലാണ്. ഞാൻ വരുന്ന സമയത്ത് സിനിമയിൽ യങ്സ്റ്റേഴ്സ് ആരുമില്ല. ഓൾ ആർ മെച്യൂർഡ് ആക്ടേഴ്സ് ഇൻ എനി ലാംഗ്വേജ്. ഒരു യങ്സ്റ്റർ മാത്രമേ ഉള്ളൂ, വിനീത്. വിനീതേട്ടൻ മാത്രമേ ഉള്ളൂ ഒരു യങ്സ്റ്റർ. വർഷങ്ങളോളം ഒരു യങ്സ്റ്റർ വിനീത് മാത്രമേ ഉള്ളൂ. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഓക്കെ, വിനീത് സാറിന് മാത്രമേ ഉള്ളൂ യങ്സ്റ്ററായിട്ട് പടം കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടൂല. ഇല്ല,
ഈ നമ്മളിപ്പോൾ പറയും അല്ലെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് പറയും ഒരു ആക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ശരിക്കും ആ കാലഘട്ടത്തിലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിരുന്നു അല്ലെ ഇത്രയും ഭാഷകൾ ചെയ്യുന്നു എന്നുള്ളത്. ഒരു ഭാഷയിൽ പലപ്പോഴും ഹിറ്റ് ചെയ്തിട്ട് അത്ര നല്ല സിനിമകൾ ചെയ്തവരെ പിന്നീട് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം വരുന്നതിനേക്കാൾ മുമ്പ് വേറൊരു ചിത്രത്തിലേക്ക് വേറൊരു ഭാഷയിലേക്ക് ഈ സിനിമ പറയുമ്പോഴും ഈ ദേശാന്തരങ്ങൾക്കപ്പുറം ഭാഷകൾക്കപ്പുറം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും എവിടേക്കോ ഈ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ ശബ്ദമാണെങ്കിലും ഇതൊക്കെ എല്ലാ സിനിമയ്ക്കും ആപ്റ്റായിന്ന് വരില്ല അല്ലെ, മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പോൾ മലയാളത്തിലാണെന്ന് തന്നെ സുന്ദരമായുള്ള വില്ലൻ എന്നുള്ള വിശേഷണമാണ് തുടക്കത്തിൽ കേട്ടത്. ഈ ഭാഷാ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് തരണം ചെയ്തത്? ഇപ്പോൾ ഓരോ ടൈപ്പ് ലാംഗ്വേജിൽ പോകുമ്പോഴാണെങ്കിലും ഓരോ സിനിമകൾ വരുമ്പോഴും ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ സ്വയം? മാറ്റങ്ങൾ വരുന്നത് അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഇതും അവിടുത്തെ കൾച്ചറിലാണ് മാറ്റം വരുന്നത്. സിനിമ ഇസ് ദ സെയിം, സിനിമ മേക്കിംഗ് ഇസ് ദ സെയിം, ആർട്ട് ഫോം ഇസ് ദ സെയിം, ഇമോഷൻ ഇസ് ദ സെയിം. അമ്മ മരിച്ചു എന്ന് ഏത് ഭാഷയിലും, ഇനി ഹോളിവുഡിൽ പോയാലും കൊറിയൻ ഭാഷയിൽ പോയാലും ഇമോഷൻ സെയിം ആണ്, കൾച്ചറാണ് ഡിഫറെൻ്റ് ആണ്. കൾച്ചർ ഡിഫേഴ്സ് ഫ്രം വെരി ടു വേ. സോ യു അഡോപ്റ്റ് എ കൾച്ചർ. നമ്മൾ ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത്, ആ ക്യാരക്ടർ ഏത് സ്ഥലത്താണ്, ഏത് ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് നടക്കുന്നത്, അവിടെ എന്താണ് കൾച്ചർ, ആ കൾച്ചറിൽ എന്താ ചെയ്യേണ്ടുള്ളത്, അവിടെ എന്ത് കോസ്റ്റ്യൂമാണ്, അവിടുത്തെ ആൾക്കാർ എന്താണ് രീതി സംസാരിക്കുന്നത്, അതാണ്. ബാക്കി മേക്കിംഗ് ഇസ് ദ സെയിം. ഐ ലവ് യു ഇസ് ദ സെയിം എവറിവെയർ. ഐ ലവ് യു. ഓക്കെ, പോട്ടട ബാലേട്ട ഏത് ഭാഷയിലും പറഞ്ഞാലും പോട്ടട ബാലേട്ട. എവിടേക്കും ഈ കരച്ചില്ലേ ചിലയിടത്ത് ചില ഒരു കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് ആ സിസ്റ്റം അതിലേ മാറുള്ളൂ, അതവിടെ മാറുള്ളൂ. മലയാള സിനിമ കഴിക്കുമ്പോൾ മോർ അണ്ടർപ്ലേ ചെയ്യണം. ചില സിനിമയിൽ ഇത് അണ്ടർപ്ലേ അല്ലാതെ ലൗഡ് ആയിരിക്കണം. ദറ്റ് ഇസ് ലൗഡ് ആൻഡ് അണ്ടർപ്ലേ. ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ആക്ടിങ്, പാർട്ട് ഓഫ് നമ്മൾ ഏത് സ്റ്റേറ്റിൽ ഏത് ജനങ്ങളുടെ മുമ്പിലാണ് പ്രസന്റ് ചെയ്യുന്നതാണ്. ആ പ്രസന്റേഷൻ അനുസരിച്ച് അതും മാറും. അത്രേ ഉള്ളൂ. ഇതെവിടെയും അതൊരു പ്രതിസന്ധി, ഐ മീൻ അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ല, വേറെ ആരെങ്കിലും ബുദ്ധിമുട്ടില്ല, എനിക്കില്ല ബുദ്ധിമുട്ട്. ഈ മലയാളത്തിൽ സുന്ദരനായിട്ടുള്ള വില്ലൻ എന്ന് പറയുമ്പോഴും എവിടേക്കോ സൗന്ദര്യം ശാപ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഫ്രം ദ ബിഗിനിങ് ഐ ആം ടെല്ലിങ് യു, ഐ ആം നോട്ട്, അതിനെപ്പറ്റി ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. യു ഷുഡ് ബി ഗുഡ് ലുക്കിംഗ്, യു ഷുഡ് ബി വെരി അട്രാക്റ്റീവ്. ഇതെല്ലാം നമ്മൾ കാണണം, ഇത് കാണണം. ഇത് അത് കാണുമ്പോഴല്ലേ സിനിമയിൽ വാവ് വരുന്നത്. ഇതിൽ യു ഷുഡ് നോ ഹൗ ടു പെർഫോം. ബാക്കിയുള്ളത് പെർഫോമൻസിലാണ്. നമ്മൾ കമലഹാസനെ കണ്ടോ, ആള് കണ്ണുപൊട്ടനായിട്ട് അഭിനയിക്കും, കുള്ളനായിട്ട് അഭിനയിക്കും, ആൻപേശിവത്തിൽ സോഡപ്പൊട്ടി കണ്ണാടി അഭിനയിക്കും. ഹീസ് സോ ഹാൻസം, ഹീസ് ഭയങ്കര എന്താണുള്ളത്. സോ യു ഹാവ് ടു പെർഫോം. അതൊക്കെ വേണം, ആക്ടറിന് അതൊക്കെ വേണം. ആക്ടർ ഷുഡ് ബി എ വാവ് ഫാക്ടർ. വാവ് പൃഥ്വിരാജിനെ കണ്ടോ, വാവ് ഹൃതിക് റോഷനെ കണ്ടോ, വാവ് ഈ റിയാസ് ഖാൻ, അത് വേണം. ഇതിലൊക്കെ ഇതിൽ നമ്മളെ ക്യാരക്ടറിൽ നമ്മൾ എന്താണോ, മേക്കപ്പ് ഉണ്ട്, ഹെയർ സ്റ്റൈൽ ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ക്യാരക്ടർ പെർഫോം ആണ് ചെയ്യണത്. സോ അത് ശാപമൊന്നുമില്ല, അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ. ഈ എവിടേക്കോ ഈ സിനിമകളിൽ ആന്റി ഹീറോ ആയിട്ടുള്ള ഒരു കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ നായകന്റെ ഈ സൗന്ദര്യത്തെക്കാൾ മേലെ നിൽക്കുന്നു എന്നുള്ളത് ആയിക്കോട്ടെ അല്ലേ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ആളെ പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറയുമ്പോൾ എനിക്ക് വാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആള് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഒരു പടം നടന്നില്ല, ഐ വാസ് നോട്ട് ദാറ്റ്, ബട്ട് അതിൽ വിക്രമ ഞാനായിരുന്നു. വിക്രം പറഞ്ഞു റിയാസിനോട് ഞാൻ കുറച്ച് ഇത് എല്ലാം കൂടി സൗന്ദര്യം കുറച്ച് തരണം കേട്ടോ. അത് ഫണ്ണായിട്ട് പറഞ്ഞു, അതൊരു കോംപ്ലിമെന്റ് കൂടിയാണ് അല്ലേ? അങ്ങോട്ട് പറയാനൊരു ഹാർട്ട് വേണം. അതെ, പറയാനൊരു ഹാർട്ട് വേണം. നമ്മൾ റിസീവിംഗ് എൻഡിൽ വേണം. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞാൽ ഞാൻ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ പോയില്ലേ, അല്ലെങ്കിൽ എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം, പെർഫോമൻസ് ഇല്ലല്ലോ പോയില്ലേ. ഇറ്റ്സ് അബൌട്ട് ദാറ്റ് മെയിൻലി. ലുക്കിനൊപ്പം വർക്ക് കൂടെ കൊടുക്കണം അല്ലേ? കൃത്യം പറഞ്ഞാൽ ഇത് അത് വിക്രം പറഞ്ഞത് ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ്. ഏതെങ്കിലും സിനിമയിലെ ഇത് ഒരു ദോഷമായിട്ട് എവിടെയെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട് മാറ്റപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? സിനിമ നഷ്ടപ്പെട്ടു പിന്നിൽ പറഞ്ഞു കാണും, എന്റെ പിന്നിൽ പറഞ്ഞു കാണും. പക്ഷെ എന്റെ മുമ്പിൽ വന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നെ അറിയാതെ ചിലപ്പോൾ പടത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാൻ അറിഞ്ഞിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ഇറ്റ്. ഓക്കെ. 34 വർഷങ്ങൾ ചെറിയൊരു കാലയളവല്ല. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുമ്പോഴും ഇപ്പോഴും മലയാളത്തിലെ കൈനിറയ ചിത്രങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? DNA എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ട്? DNA ഇതിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, ഇഫ് റിവെഞ്ച് ഈസ് ആൻ ആർട്ട്, യുവർ കില്ലർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. അപ്പം അതൊരു ഡിഫറെൻറ്റ് ക്യാപ്ഷനാണ്. ഓക്കെ, സോ ഒരിക്കലും ക്ലൂ കിട്ടാത്തൊരു സ്റ്റോറിയിലേക്കാണ് DNA പോകുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് ഓരോ സമയത്ത് ഇതിൽ എക്സ്പോസ് ട്വിസ്റ്റിലേക്ക് വരും. DNA ഏറ്റവും വലിയ സന്തോഷം, ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് സുരേഷ് ബാബു സാർ ഫ്രം കോട്ടയം കുഞ്ഞച്ചൻ. സോ കോട്ടയം കുഞ്ഞച്ചൻ സാറ്
അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം അപ്പോഴായിരുന്നു സാറിൻ്റെ സിനിമയിൽ എനിക്കൊരു വേഷം ചെയ്യണമെന്ന്. ഓക്കെ, അതെനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അത് കിട്ടാൻ കാരണം എൻ്റെ റൈറ്റർ AK സന്തോഷാണ്. AK സന്തോഷ് ഞാനും കുറേ പടം ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡൺ മെനി മൂവീസ് ആൻഡ് വി ആർ വെരി ക്ലോസ്. ഈ അന്ന് ഇത്രയും വർഷം മുമ്പ് ആഗ്രഹിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞു, പക്ഷെ അവസരം കിട്ടുന്ന ഇപ്പോഴാണ്. പണ്ട് ചെയ്തു വെച്ച ജലോത്സവം സിനിമയിൽ ചെയ്തു വെച്ചുള്ള വേഷം ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും വർഷമാണ്. എവിടേക്കും ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച വർക്കിനും ഇതിന്റെ റിസൾട്ട് കിട്ടുന്ന വർഷങ്ങൾക്ക് ശേഷമാണെന്നുള്ള അത്തരം തോന്നലുണ്ടോ? തോന്നണമല്ലോ, ഉണ്ട്. സോ സി അത് തോന്നണം. അപ്പം ചെയ്തു, ഇപ്പം കിട്ടി. ബട്ട് യു ഹാവ് ടു ബി ഇൻ എ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മളുടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ അപ്പം ചെയ്ത് ഇപ്പം കിട്ടാം, ഇനി ഇപ്പം ചെയ്ത് ഇത് കഴിഞ്ഞിട്ടും കിട്ടാം. ഓക്കെ, ഈ ജലോത്സവം ഇപ്പം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നായകന്റെ പ്രതികരണം കൂടി ഉണ്ട് അതിനെക്കുറിച്ച് ഇത് കാണുമ്പോൾ. ഓക്കെ, നമുക്കൊന്ന് കാണാം. ഞാൻ കണ്ടതാണത്. കണ്ടായിരുന്നോ? ചാക്കോച്ചന്റെ ജലോത്സവത്തില് സുരാജേട്ടൻ കണ്ടോ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, കാരണം എന്റെ പടത്തിൽ എന്നെക്കാളും കൂടുതൽ കയ്യടി ആ വീഡിയോ. അപ്പൊ പിന്നെ അത് കാണിക്കണ്ടല്ലോ, നിങ്ങളെല്ലാം കണ്ടല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? റിയാസ് ഖാൻ മെസ്സേജ് അയക്കോ എല്ലാം ചെയ്തോ? ഇല്ലല്ല ചെയ്യണത്. ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെയാണ് സിനിമയുടെ മാജിക് എന്നുള്ളത് അതാണ് വേറെ രീതിയിൽ. കാരണം ജലോത്സവം പറയുമ്പോൾ ആൾക്കാർ ആദ്യം പറയുന്നത് പാട്ടാണ്, ഗാനമാണ്. കേരളപ്പുറമൊക്കെ ഇതെന്നല്ല, എനി മൂവി സിനിമയിൽ എപ്പോഴും ഒരു സിനിമ ഓർമ്മിക്കുന്നത് ഒരു പാട്ടിൽ കൂടെയാണ്. സിനിമ റിലീസിന് മുമ്പ്, സിനിമ റിലീസ് കഴിഞ്ഞ് സിനിമ പോയി കഴിഞ്ഞിട്ടും ഒരു പാട്ടിൽ കൂടെയാണ് നമ്മൾ സിനിമയെ ഓർത്തെടുക്കുന്നത്. ഇതിന്റെ സിനിമയാണ് അങ്ങനെ ഓർക്കുമ്പോൾ ആ സിനിമേന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കും. സോ സോങ് ആണ് സിനിമയിലെ ഏറ്റവും മെയിൻ. അത് മാറിയിട്ട് ഡയലോഗാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഡയലോഗ് വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ വലിയ റോൾ ചെയ്യുമ്പോഴാണ് നായകനാകുമ്പോഴും യൂണീക്ക് ആയിട്ട് ഒരു സിഗ്നേച്ചർ സാധനം എപ്പോഴും കൊണ്ടുവരാൻ നോക്കും അല്ലെ. ഒന്നില്ലെങ്കിൽ ഒരു ആക്ഷനിലായിരിക്കാം, അതല്ലെങ്കിൽ ഈ ഡയലോഗിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിൽ കൊടുക്കുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങളായിരിക്കാം. ഈ തുടക്കകാലത്തിൽ തന്നെ ഇതിലെ ഈ വാക്ക് അടിച്ചു കയറി വാ, ഇപ്പം അന്ന് അത് എത്രത്തോളം ചർച്ച ചെയ്തില്ലെങ്കിലും ഈ ഒരു വാക്കത് മുൻകൂട്ടി വന്നതാണോ, അത് സ്പോട്ടിൽ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വന്നു പോയതിനെ കൂട്ടിച്ചേർത്തതാണോ? അത് സിബി സാറും സുന്ദരാജും കൂടി അതൊരു ടീം വർക്കായിരുന്നു. അതൊരു ടീം വർക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ വന്നു, അവിടെ പെർഫോം ചെയ്തു. അപ്പോൾ ഡയലോഗ് പറഞ്ഞപ്പോൾ ഇതും കൂടി ചേർത്ത് പറയാലോ റിയാസ്. അപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പോൾ റിയാസ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്നെ വെച്ചിട്ട് ഞാനത് പറഞ്ഞു. അപ്പോൾ അത് ഫൈൻ, ആ സംതിങ് യൂണീക്കായിട്ട് തോന്നി അവർക്ക്, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ആ പെർട്ടിക്കുലർ വേർഡ് അടിച്ചു കയറിയ ദെൻ സിബി സാറ് പറഞ്ഞു, റിയാസ് അതെല്ലാം ഇമോഷണൽ നമുക്കിതൊക്കെ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ചിലത് പറയും ഇവിടെ വേണ്ട റിയാസ്, ഇത് പറഞ്ഞ് ഇമോഷണൽ പറഞ്ഞാൽ മതി പറയും. അപ്പോൾ അത് ആങ്കറിന് മുകളിലായി, ഇമോഷന് മുകളിലായി, റൊമാൻറ്റിക് മുകളിലായി, കോമഡിയിലായി. സോ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴേ എൻ്റെ അടുത്തൊരു ലെജൻഡ് ഇരിപ്പുണ്ട്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ലെജൻഡാണ്. ആ ലെജൻഡിന്റെ സ്ക്രീൻ പേസിൽ കിടന്നാണ് ഞാൻ ഈ പെർഫോം ചെയ്യുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പോലെ അന്നേ അഴിച്ചു വിട്ടിട്ടുണ്ട് ചെയ്യാൻ അല്ലേ. ജയശ്രീകുമാർ, പക്ഷെ അതൊക്കെ ഗ്രേറ്റ് തിങ് ആണ്. ജയശ്രീകുമാർ സാറ് അത്രയും സ്പേസ് തന്ന് ഒരു ആക്ടറെ പെർഫോം ചെയ്ത് പുള്ളി അത് മനസ്സിലാക്കി. ഇറ്റ്സ് സംതിങ്. അങ്ങനത്തെയൊക്കെ എനിക്ക് സ്കൂളിങ് കിട്ടിയത് കൊണ്ടാണ് ഐ ബിക്കം മോർ ആൻഡ് മോർ മെച്ചുവേർഡ് എല്ലാം. സോ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയത് കുറേ അങ്ങനത്തെ സ്കൂളിംഗ് ആയിരുന്നു. ഐ ഹവ് വർക്ക്ഡ് വിത്ത് ഓൾ ദ ലെജൻഡ്സ്, all the great actors where I learned a lot and I try to pass it to others. ഈ 300-ലധികം ചിത്രങ്ങൾ പറയുമ്പോഴും ഇതിൽ നല്ലൊരു ശതമാനം കാക്കിയിട്ട വേഷങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലേ? പോലീസ് ഓഫീസേഴ്സ് 180 ഫിലിംസോ 85 ഫിലിംസോ പോലീസ്. ഈ പോലീസ് ചെയ്ത പടം അതിലൊരു ട്രേഡ് മാർക്ക് ഉണ്ട്. ഓൾ ദ പോലീസ് മൂവി സൂപ്പർ ഹിറ്റ് ഫിലിംസ് ആണ്. ഈ സൂപ്പർ ഹിറ്റ് ആവുന്നതിന്റെ ഒപ്പം തന്നെ ഈ ചെയ്ത പോലീസ് വേഷങ്ങളിലും ഈ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഒരു കാക്കി ഇടുമ്പോൾ നമുക്ക് ഒന്നിലേക്ക് വരുമ്പോൾ ഈ റെഫറൻസ് പഴയ ചെയ്ത് വെച്ചതിന്റെ വരാം, അല്ലെങ്കിൽ വേറെ ആരെയും ചെയ്ത് വെച്ച് വരാം. പക്ഷെ ഇതിനെ അല്ലെ മറികടന്ന് അതിനൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് വലിയ പാടാണ്. അതിന് നമുക്ക് സീനും കൂടി കിട്ടണം. ഞാൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. എലിമെന്റ്സ് എല്ലാം ഓക്കെയാണ്, വർക്കിംഗ് എലിമെന്റ്സ് ഓക്കെയാണ്. ആ സീൻ അങ്ങനെ ആയിരിക്കണം. റൈറ്റിംഗ് ചെയ്തിരിക്കുക കുറേ ഉണ്ട്. എന്നാലും നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എസ് ഐ തന്നെ ആയിരിക്കും, കമ്മീഷണർ ആയിരിക്കും, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് തന്നെ ആയിരിക്കും. സോ ആ സ്റ്റോറി വാട്ട് റിവോൾവ്സ് ഇൻ ഇറ്റ്, അതിൽ ഈ പോലീസ് ഓഫീസർ എന്താണ് ചെയ്യുന്നത് അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മാത്രമായിട്ടില്ല. സോ മെനി എലിമെന്റ്സ് ടുഗദർ ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അത് അങ്ങനത്തെ പടങ്ങളായിരുന്നു. ഈ കൈ നിറയെ പോലീസ് വേഷങ്ങൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ വേഷങ്ങൾ കിട്ടുമ്പോഴും ഇതിൽ പോലീസ് വേഷം വരുന്നു എന്നുള്ളത് എവിടേക്കോ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു പേടി മുമ്പുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇപ്പം ഞാൻ വില്ലൻ ഇപ്പം നാളെ ഒരു പടം വരുന്നു,
ഓക്കെ, പാൻ ഇന്ത്യൻ ഫിലിം, ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഭാഷയിൽ പാൻ ഇന്ത്യൻ ഫിലിം, ഓൾ ലാംഗ്വേജസ്, അതിൽ അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്നു, ഷാറുഖ് ഖാൻ അഭിനയിക്കുന്നു, അതിലെ മെയിൻ കഥാപാത്രം വില്ലൻ ആണെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയോ? ഐ ഡു ഇറ്റ്, ഐ ഡു ദ ബെസ്റ്റ് ഇൻ ദാറ്റ്. സോ അതാണ്, നോ മാറ്റർ ഇറ്റ് ഈസ് ടൈപ്പ് കാസ്റ്റ്, ചെയ്യുന്ന കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് പവർഫുൾ ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, ഡസൻ മാറ്റർ. ഈ വില്ലൻ ഷെയ്ഡിൽ കണ്ട് ആ ഒരു രൂപം കൊണ്ടും അങ്ങനെയൊക്കെ കണ്ട് പെട്ടെന്നൊരു ചേഞ്ച് കിട്ടിയ ഒരു സംഭവമായിരുന്നു ടിനു നല്ലാഷൻ എന്നുള്ളൊരു ക്യാരക്ടർ സ്പീഡിൽ ദിലീപേട്ടൻ്റെ ഒപ്പം. എവിടേക്കോ ഇപ്പോൾ ഒരു സീരിയസ് ഒരു വില്ലൻ കാണിക്കുന്ന കുരുത്തക്കേടുകളും പരിപാടികളും ഒക്കെ കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എവിടേക്കോ ഒരു തമാശ കൂടി, ഒരു ഫൺ എലമെന്റ് കൊണ്ടുവരുന്നു. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എങ്ങനെയാണ്, ഈ ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് ഒരു സ്വന്തം തീരുമാനമായിരുന്നു. ആ ക്യാരക്ടർ അത്രത്തോളം ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഒരു കഥ ഒരു ക്രിയേറ്റർ പറയുമ്പോൾ, ഒരു ഡയറക്ടർ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ യു വിൽ നോർമലി ഹാവ് എ വിഷ്വൽ സെൻസ്. നമുക്കൊരു വിഷ്വൽ സെൻസ് കാണും, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയായിരിക്കും, അത് കാണണം. ഓക്കെ, പിന്നെ കഥയിലെ ഉണ്ടത്, സ്റ്റോറിയിൽ അതാണ്, അങ്ങനെയാണുള്ളത്. സോ യു ആർ ഇൻ ടു ദാറ്റ്, ഓൾറെഡി യു ആർ ഇൻ ടു ദാറ്റ്. പിന്നെ അത് പെർഫോം ചെയ്യണം. അതാ പറഞ്ഞ ക്യാമറേൻ്റെ മുന്നിൽ ആര് വന്നാലും ആക്ടറാണ്, അത് പേരാണ്. പക്ഷെ എല്ലാവരും ആക്ടറല്ല, ആക്ടറെ കണ്ടുപിടിക്കുന്നത് ക്രിയേറ്ററാണ്. എനിബഡി ക്യാൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. യെസ്, ഐ ആം ആൻ ആക്ടർ. ഹൂ ഇസ് എൻ ആക്ടർ, ഹൂ ഹാസ് ടാലൻറ്റ്, ആരെന്താണ് ചെയ്യേണ്ടതെന്ന് പെർഫോം ചെയ്യുമ്പോൾ അറിയാം, ക്രിയേറ്ററിന് അറിയാം, ഇയാൾ ആക്ടറാണ്, ഹി വിൽ പെർഫോം എനിത്തിങ് എന്നറിയാം. ഈ രണ്ടുപേര് ഫേസ് ടു ഫേസ് നിന്നിട്ട് ഇപ്പോൾ ഒരു സീനിൽ ഒരാളിങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്, അത് അപ്പുറത്തൊരാൾക്ക് കൂടിയും പെർഫോം ചെയ്യാനുള്ള സ്പേസിന് കൂട്ടുകയും എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റും. അതിൽ ആ സീനാണ് നമ്മൾ ഇതാക്കുന്നത്. ഓക്കെ, ചില സമയത്ത് രണ്ടുപേർക്കും പെർഫോം ചെയ്യാം, ചിലപ്പോൾ ഒരാൾക്ക് പെർഫോം ചെയ്യാം, ഒരാൾ സൈലന്റ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടുപേരും വേറെ സൈലന്റ് നിന്നാൽ മതി. അത് കണ്ടന്റ് ആണല്ലോ. അതെ, ഈ അത്തരത്തിൽ റിയാസ് കയുടെ ചിത്രങ്ങൾ ഓർത്തെടുക്കുമ്പോഴും ഇപ്പോഴും കാണുന്ന വിഷ്വൽസിൽ കൂടെ ചേരുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ദിലീപേട്ടൻ. ഇപ്പം സ്പീഡ് പറഞ്ഞു, ലൈൻ ആണെങ്കിലും 2 കൺട്രീസ് ആണെങ്കിലും ഇഷ്ടംപോലെ ചിത്രങ്ങൾ വരുന്നുണ്ട്. എവിടേക്കോ കൃത്യമായിട്ട് ദിലീപ് ചിത്രങ്ങളിലെ റിയാസ് ഖാൻ അവിഭാജ്യ ഘടകമാണെന്നുള്ളത് വരെ ചർച്ച ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? കമേഴ്ഷ്യൽ പോയിന്റ് ആണ്, കമേഴ്ഷ്യൽ പോയിന്റ്, ബിസിനസ് പോയിന്റ്. നമ്മളൊരു ഹിറ്റ് കൊടുക്കുമ്പോൾ, ഒരു ആക്ടറായിട്ട് ഒരു ഹിറ്റ് കൊടുക്കുമ്പോൾ, ആ പടം ഹിറ്റ് ആകുമ്പോൾ വീണ്ടും അവരായിട്ട് വരുമ്പോൾ ഈ ഇറ്റ്സ് ലൈക്ക് ഹീറോ ഹീറോയിൻ, ഒരു ഹിറ്റ് ജോഡി കാണും, ഒരു ഹിറ്റ് ഇത് കാണും, അതിലൊക്കെ ഇതും വരും. അപ്പോൾ പടം വാങ്ങുന്ന ആള്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ചോദിക്കും റിയാസ് ഉണ്ടോ. ഈ ചോദ്യം വരുന്നത് ശരിക്കും ഈ ക്യാരക്ടറിനെ ഈ നടൻ ആപ്റ്റ്, അതായത് റിയാസ്ക്ക് ഇതിനെ ആപ്റ്റ് ആവുക എന്നുള്ളത് കൊണ്ടാണോ, അതിനേക്കാൾ ഉപരിയായിട്ട് ദിലീപേട്ടൻ റിയാസ്ക ഈ ഒരു ഇത് കോംബോ വരുന്ന ഹിറ്റ് അടിക്കുന്നത്? രണ്ടും ഇവരുടെ കോംബോ ഹിറ്റ് ആവും. ഇവരുടെ കോംബോ നേരത്തെ ഹിറ്റ് ആയിരുന്നു, ഈ പടവും ഹിറ്റ് ആകും. അപ്പോൾ അതിലാണ് ഇറ്റ്സ് ഓൾ മിക്സ്ഡ് അപ്പ്. അതും ഇതും ചേർത്താണ് വരുന്നത്. അങ്ങനെ ചെയ്ത ദിലീപ് ചിത്രത്തില് പിന്നീടും അത്രയും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും സിനിമയും ഏതായിരുന്നു? ഏത് കഴിഞ്ഞു? സ്പീഡ് കഴിഞ്ഞിട്ടോ? അല്ല, ദിലീപേട്ടനൊപ്പം ചെയ്ത സിനിമകളിൽ പിന്നീട് എത്രത്തോളം ഒരു നടൻ എന്ന നിലയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ്? ദിലീപിന്റെ എല്ലാം നല്ലതാണ്. സ്പീഡ് വാസ് ലിറ്റിൽ ഡിഫറെന്റ് ബിക്കോസ് ഓഫ് സ്പോർട്സ്. അതെ, സ്പോർട്സ് ആയതുകൊണ്ട് ഇറ്റ് വാസ് ഡിഫറെന്റ്. ബാക്കിയെല്ലാം ലൈൻ ആയിരുന്നു, കൊച്ചി രാജാവുണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ദുബായ് ജോസ് മുമ്പ് ചർച്ച ചെയ്ത് ആക്ച്വലി ശിവയാണ് അല്ലെ? കൊച്ചി രാജാവിലെ ശിവയാണ് കൂടുതലും. ഓക്കെ, അതുണ്ട്. പക്ഷേ സ്പീഡ് ഇസ് ലിറ്റിൽ ഡിഫറെന്റ് പറഞ്ഞ പോലെ, ബിക്കോസ് സ്പോർട്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും ബോഡി ലാംഗ്വേജും എല്ലാവരുടെയും അറ്റയറും കോളേജ് ബാക്ക് ഡ്രോപ്പും എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. സോ ദാറ്റ് ക്യാൻ ബി വൺ ഫിലിം വിച്ച് ഇസ് ഡിഫറെന്റ്. ബാക്കി ദിലീപിനും ഡിഫറെന്റ് ആണ്. ഓക്കെ, വൈ ഐ സേ ദാറ്റ് ബിഫോർ സ്പീഡ് പുള്ളി ചെയ്തത് ചാന്തുപൊട്ടാണ്. ചാന്തുപൊട്ടിന്റെ ഷൂട്ടിംഗ് ആയിട്ടാണ് വരുന്നത്, സ്പീഡിലേക്ക് ജോയിൻ ചെയ്യുന്നത്. രണ്ട് അല്ലെ ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഭവമാണ്. സോ ചാന്തുപൊട്ടന് ഹി ഹാസ് നോട്ട് ബോഡി, ഒരു ബോഡി ആക്ടിവിറ്റിയും ഇല്ലാതെയാണ് അത് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദാറ്റ് ക്യാരക്ടർ. അതിന് ശ്രീനിധ വേണം, ഒരു ഫെമിനിറ്റി വേണം. സോ ഹി ഹാസ് നോട്ട് ഡൺ എനി ബോഡി വർക്ക്. സോ ഇവിടെ നേരെ അത്ലീറ്റാണ്. സോ അതിന് ഈ ടു ലോട്ട് ഓഫ് സ്ട്രെയിൻ. ഞങ്ങൾ ദിവസം കാലത്ത് 4 മണിക്ക് 4:30-5 മണിക്ക് കഴിഞ്ഞിട്ട് പുള്ളിനോ വി ബോത്ത് വിൽ ഗോ ഫോർ റണ്ണിങ്. വെച്ചാൽ ഇറ്റ്സ് വെരി ടഫ്. ഒരു ഫെമിനൈൻ ക്യാരക്ടർ ചെയ്തിട്ട് ഒരു മാനിലേക്ക് അന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ചെയ്തു വെച്ചിട്ടും ആ ഒരു ക്യാരക്ടർ വിട്ടുപോകാൻ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? ശരിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? I have done a transgender in Tamil. എന്നിട്ട് അതിൽ നിന്ന് പോകാൻ വലിയ പാടാണ്. അത് ഇപ്പോഴും കയറി വരും, ഇപ്പോഴും കയറി വരും. ഇപ്പോൾ എവിടെയെങ്കിലും വീട്ടിൽ സംസാരിക്കും വൈഫ് പറയും മറ്റേ ക്യാരക്ടർ കയറി വരുന്നുണ്ട്. ഓക്കെ, അതൊരു ആണിൻ്റെ അകത്ത് രണ്ടും കാണും, വലിയ പാടാണ്. അതിലേക്ക് നമ്മൾ ഫുൾ ഫ്ലഡ്ജിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് വേറൊരു മാൻലി ആയിട്ട് ഭയങ്കര അത്ലറ്റ് ആയിട്ട് വരുമ്പോൾ വലിയ പാടാണ്. അത് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു അത്.
ഈ ചെയ്തു വെച്ച സിനിമകൾക്കൊപ്പം തന്നെ ഒരുവിധ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒക്കെ ഒപ്പം ചെയ്തിട്ടുണ്ടല്ലേ. തമിഴിലാണ് രജനി സാറിൻ്റെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ വിജയ്, സൂര്യ വന്നു, ഹിന്ദിയിൽ അമീർ ഖാൻ വന്നു, അജിത്ത് വന്നു, ലാലേട്ടൻ ഒപ്പം വന്നു. അങ്ങനെ ഈ ഭാഷകൾ ഏറ്റവും കൂടുതൽ എങ്കിൽ പോലും ഇവരിൽ നിന്ന് കൂടുതലും നടന്ന നിലയിൽ കടമെടുത്തത് ആരിൽ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരിലായിരിക്കും? കടമെടുത്തതോ പഠിച്ചതോ? പഠിച്ചത് എല്ലാവരായിട്ടും വൺ പറയാൻ പറ്റൂല എന്ന് വെച്ചാൽ ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. അവരുടെ യുണീക്ക് ഇറങ്ങുന്നതാണ് ദേ ആർ സച്ച് എ ബിഗ് സ്റ്റാർസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ലേണിംഗ് പ്രോസസ്. നമ്മൾ അവരുടെ അടുത്ത് പഠിക്കണമെന്നില്ല. സാധാരണ കോ ആർട്ടിസ്റ്റ് ആണ്, അവരൊരു സംഭവം എക്സലായിട്ട് ചെയ്യും, ഒരു നല്ല സാധനം ചെയ്യും. അതിൽ നിന്ന് പഠിക്കാനുള്ളത് നമ്മളുടെ കഴിവാണ്. പഠിക്കാതെയും പോവാം, പഠിക്കാതെ ഇരിക്കാം. പക്ഷേ ഐ എം എ പേഴ്സൺ ഹു ലേൺ തിങ്സ്. ഈ ചുറ്റുമുള്ളതിനൊക്കെ നമ്മൾ അല്ലെ ഒബ്സർവ് ചെയ്യാന്ന് പറയും. ഒരു ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ വേണം. അതിനൊപ്പം തന്നെ പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇദ്ദേഹം ചെയ്ത ഒരു ട്രാക്ക്, ഒരു പാറ്റേൺ പിടിക്കുകയാണെങ്കിൽ കുറെ കൂടി ഈസി ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആക്ടർ ചെയ്യുമ്പോൾ? ആക്ടറായാൽ അത് വേണം. ആക്ടറായാൽ വേണം. നമ്മൾ ചെറുപ്പം മുതലേ ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനെ സിനിമ കണ്ടാണല്ലോ ആക്ടറാണ് നമ്മൾ ഇതാവണത്. അതിൽ വാവ് ഞാൻ ആക്ടറാണ്. സോ ഈ ചെറുപ്പം മുതലേ കാണുന്ന സിനിമയൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. റെഫറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒരു കഥ പറയുമ്പോൾ ഇന്ന ആളാന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത പോലീസ് ഓഫീസർ കണ്ടത് വിജയകാന്ത് ആണോ, അല്ലെങ്കിൽ സത്യരാജാണോ, അല്ലെങ്കിൽ അർജുനാണോ, അല്ലെങ്കിൽ രജനി സാറാണോ, കമൽ സാറാണോ, മമ്മൂട്ടി സാറാണോ, അല്ലെങ്കിൽ മോഹൻലാൽ സാറാണോ, ചിരഞ്ജീവി സാറാണോ, ഇത് ഉടനെ കയറി വരും, സബ് കോൺഷ്യസ് മൈൻഡിൽ വരും. ഇനി നമ്മളങ്ങനെ പ്രസൻറ്റ് ചെയ്യാതെ നമ്മൾ മിററിൽ നോക്കി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ ഓക്കെ നൗ ഐ ആം ദിസ് ക്യാരക്ടർ ഇൻ ഹൗ ഐ എം ഗോയിങ് ടു പ്രസന്റ് ദിസ് ഇൻ റെഫറൻസ് ഓഫ് ആരോ എന്ന്. അതാണ് നമ്മൾ ഇനി അടുത്ത ടാസ്ക്. സോ യു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. ഓക്കെ, റെഫറൻസ് ഇതുണ്ട്, ഇതിങ്ങനെയാണ് നമ്മൾ ഇനി ഞാൻ ഇത് ചെയ്യും. റിയാസ് ഖാൻ എന്നൊരു ആക്ടറിന്റെ ഒരു റൂട്ട് മാപ്പ് നോക്കി കഴിഞ്ഞാൽ, ഒരു സ്കൈ വ്യൂ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊച്ചി, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ ഇതിങ്ങനെ കിടക്കുന്ന ഒരു വ്യൂ കിട്ടുന്നുണ്ടാവുക. പറയട്ടെ, കുറെ പേർക്ക് അറിയില്ല, ഒരു ജാപ്പനീസ് ഉണ്ട്. അതെന്നാന്ന് പറയട്ടെ, അത് എപ്പോ സംഭവിച്ചു, അത് എങ്ങനെയായിരുന്നു? ഒരു ജാപ്പനീസ് ഉണ്ട്, പക്ഷെ അതും ഭയങ്കര ഹിസ്റ്ററിയാണ്. ഓക്കെ, രജനി സാറിന്റെ മുത്തു ദേ മേഡ് ഇൻ ജാപ്പനീസ് ക്രൂ, ജാപ്പനീസ് ആക്ടേഴ്സ്, ജാപ്പനീസ് ഫിലിം. മുത്തു ഹാസ് റീമേഡ് ഇൻ ജപ്പാൻ ലാംഗ്വേജ്. അതിൽ മുത്തുവിൽ ശരത് ബാബു ആണ് ഫ്രണ്ട്, രജനി സാറിന്റെ ഫ്രണ്ട്. ഐ ഡിഡ് ദാറ്റ് റോൾ ഇൻ എ ജാപ്പനീസ് ഫിലിം. രജനീകാന്ത് വാസ് ആക്ടർ ഫ്രം ജാപ്പനീസ് ക്രൂ. ഞാനത് ചെയ്തിട്ടുണ്ട്. ഈ 5 ഭാഷകൾ എന്നുള്ള ഇൻട്രോയിൽ ഞാനത് തിരുത്തേണ്ടിയിരിക്കുന്നു അല്ലേ? കടൽ കടന്നും പോയിട്ടുണ്ട് റിയാസ് ഖാൻ എന്ന നടനെ ആവശ്യപ്പെട്ട് അല്ലേ? ഉണ്ട്. സോ ആ റൂട്ട് മാപ്പിൽ ഒന്നുകൂടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ പേര് നട്ടു എന്നായിരുന്നു. NATTU. ഈ ഫൈനലി നമ്മൾ ഈ ചെയ്ത സിനിമകളിൽ ഉള്ള ഒരു ഫേവറേറ്റ് ക്യാരക്ടറിന്റെ പേര് ഇപ്പൊ നട്ടു പറഞ്ഞുകൊണ്ട് എനിക്ക് ചോദിക്കാൻ തോന്നിയതാണ്. ഇഷ്ടത്തോടെ ഒരു ക്യാരക്ടർ ആളുകൾ ഓർത്തെടുത്ത് സംസാരിക്കുന്ന പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പേര് ഏതായിരിക്കും? നാച്ചുറലി മലയാളമല്ല നമ്മൾ സംസാരിക്കുന്നത്, ബദ്രൻ തന്നെയാണ്. അതിന് മുമ്പ് ചർച്ചാ വിഷയമായിട്ടുള്ള ശിവയോ അല്ലെങ്കിൽ ദുബായ് ജോസിനേക്കാൾ മേലെ നിൽക്കും ബദ്രൻ. ബിക്കോസ് ഏറ്റവും കൂടുതൽ അതായത് ബാലേട്ടൻ ആൻഡ് ഇപ്പൊ റീസെന്റ് ടൈംസ് കൊച്ചുരാജാവ് TV-യിൽ they have played a number of times, so that character is very strong. യെസ്. അപ്പം ഇതുപോലെ ആളുകൾ എന്നും ഓർക്കുന്ന ക്യാരക്ടറുകൾ വരട്ടെ, ആ ക്യാരക്ടർ മുഖേന സിനിമകൾ വിജയിക്കട്ടെ. ഞാൻ ആ വിജയ ചിത്രങ്ങളിൽ അവസാനത്തെ അല്ലെ ഇനിയിപ്പോൾ DNA കൂടെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഈ വരുന്ന 14th ബക്രീദിന് DNA റിലീസാണ്. മൈ ഫേവറേറ്റ് ഡയറക്ടർ സുരേഷ് ബാബു സാറിൻ്റെ പടമാണ് DNA. ഓക്കെ, ബെൻസി പ്രൊഡക്ഷൻസ് അവരുടെയും കൂടി പടമാണ്. ആ പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞേക്കണം. വണ്ടർഫുൾ പ്രൊഡക്ഷൻ ടീം. അതായത് ഏതൊരു സമയത്തും എനി ആക്ടർ, എനി ടെക്നീഷ്യൻ എല്ലാവരെയും ഒരു വെൽ മെയിൻറ്റൈൻഡ്, വെരി കെയർ എടുത്ത ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി. കുറേ പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ്. അവരുടെ സ്റ്റാഫും പ്രൊഡ്യൂസറും ആ പ്രൊഡ്യൂസർ താഴെ നിൽക്കുന്ന മറ്റേ ഹാൻഡിൽ ചെയ്യുന്നവരും എല്ലാവരും വെരി സ്വീറ്റ് പീപ്പിളാണ്. അപ്പോൾ ബെൻസി പ്രൊഡക്ഷൻസിൽ വരുന്ന DNA തിയേറ്ററിൽ 14th വരുന്നു. അപ്പോൾ തിയേറ്ററിൽ എല്ലാവരും അടിച്ച് കയറി വാ. യെസ്.